മേക്കപ്പ് ചെയ്യുമ്പോൾ ഫിനിഷിംഗ് കിട്ടുന്നില്ല, ലോങ് ലാസ്റ്റിംഗ് ആവുന്നില്ല, സ്വെറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടോ? അപ്പൊ അതിന് കുറച്ച് സിമ്പിൾ ടെക്നിക്സേ ഉള്ളൂ. എന്താ നോക്കിയാലോ. മേക്കപ്പ് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് പ്രോസസ് ആണ് CTM, ക്ലൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ദെൻ പ്രൈമർ, PACയുടെ പേർണൽ സെപ്പറേഷൻ പ്രൈമർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓപ്പൺ പോസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ പ്രൈമർ ചൂസ് ചെയ്യുമ്പോൾ ഓയിൽ ഫ്രീ ആൻഡ് മാറ്റിഫൈങ് പ്രൈമർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ കൺസീലർ, ഞാൻ ലഗാളിന്റെ പ്രോ കൺസീലർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ എന്റെ അണ്ടർ ഐസിലൊക്കെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഈ കൺസീലർ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കളർ കറക്റ്റർ ആണ് കേട്ടോ ആക്ച്വലി ഇത്. സോ അപ്പോൾ നമ്മുടെ കണ്ണിന്റെ അടിയിലൊക്കെ ഒരുപാട് പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ക്വാണ്ടിറ്റിയിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. നമ്മളൊരു മിനിമൽ മേക്കപ്പ് ലുക്ക് ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ദെൻ ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ എപ്പോഴും ഒരു പാലറ്റ് എടുത്തിട്ട് പാലറ്റിൽ മിനിമം എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ. അത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തിന്നാക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടേ കൊടുക്കാവോ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റിൽ ബനാന പൗഡർ. ഞാൻ Forever 52ന്റെ ബനാന പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മേക്കപ്പിനെ സെറ്റ് ചെയ്ത് വെക്കാനും ഒരു ഫിനിഷിംഗ് കിട്ടാനും ലോങ് ലാസ്റ്റിംഗ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മേക്കപ്പ് സെറ്റ് ആയി പോകത്തില്ല. അപ്പൊ നിങ്ങൾ ഈ പ്രോസസ് എല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു മേക്കപ്പ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.